KSU ക്യാമ്പിൽ കൂട്ടത്തലുണ്ടായ സംഭവത്തിൽ KSU സംസ്ഥാന അധ്യക്ഷനെ മാറ്റണമെന്ന് കെ സുധാകരൻ. അലോഷ്യസ് സേവ്യറിനെ മാറ്റണമെന്ന് AICCക്ക് കത്ത് നൽകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ക്യാമ്പിൽ നടന്ന കൂട്ടത്തൽ അന്വേഷിക്കാൻ KSU മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, ഈ കൂട്ടയടിയിൽ സുധാകര വിഭാഗം നേതാക്കൾക്കെതിരെ മാത്രം നടപടിയെടുത്തു എന്നൊരു ആക്ഷേപം നിലവിലുണ്ട്. അതിന് പിന്നാലെയാണ് സുധാകരൻ ഒരു അസാധാരണ നടപടിയിലേക്ക് കടക്കുന്നത്. ഈ വിഷയം കൂട്ടത്തല്ലിന്റെ പ്രശ്നത്തെ പരമാവധി ഒതുക്കി തീർക്കാനുള്ള നീക്കം KSUവിന്റെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്നുണ്ട്. ഇതിന് എതിരായിട്ടാണ് ശക്തമായ നിലപാടുമായി കെ സുധാകരൻ മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന കടുത്ത തീരുമാനം കെ സുധാകരൻ എടുത്തു കഴിഞ്ഞു. കാരണം നടപടി വരേണ്ടത് മുകൾ തട്ടിൽ നിന്ന് താഴേക്കാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സങ്കീർണമാകുന്നതിനും കൂട്ടത്തല്ല് ഉണ്ടാകുന്നതിനും അച്ചടക്കമില്ലായ്മ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം KSUവിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ്. അതുകൊണ്ട് നടപടി ആദ്യം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കണം എന്നതാണ് കെ സുധാകരന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കെ സുധാകരൻ വരുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസം തന്നെ AICCക്ക് കത്ത് നൽകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന അവഹേളിക്കുന്ന സമീപനമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ KPCC അധ്യക്ഷനെ പരിപാടിക്ക് ക്ഷണിച്ചില്ല. കുടിച്ചു കൂത്താടുന്നതല്ല KSUവിന്റെ സംസ്ഥാന പഠന ക്യാമ്പ് എന്നതാണ് കെ സുധാകരന്റെ നിലപാട്. അതുകൊണ്ട് AICC കത്ത് നൽകും. ഒരു തരത്തിലും KSU ഇത് ആഭ്യന്തരമായി അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട് തന്നെ കെ സുധാകരൻ തുടരുന്നു. പക്ഷേ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു ആഭ്യന്തര സമിതിയെ അല്പം മുമ്പ് പ്രഖ്യാപിച്ചു. മൂന്നംഗ സമിതിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ അംഗങ്ങളായിട്ടുള്ള മൂന്നംഗ സമിതിയാണ്. അനീഷ് ആന്റണി, അർജുൻ കട്ടക്കാട്, നിതിൻ മണക്കാട്ടുമണ്ണിൽ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ജൂൺ 2-ന് ആദ്യ പ്രാഥമിക റിപ്പോർട്ടും ജൂൺ 10-ന് മുമ്പ് ഫൈനൽ റിപ്പോർട്ട് നൽകണമെന്നാണ് സമിതിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. KSUക്കകത്ത് തന്നെ ഈ വിഷയം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. കമ്മീഷന്റെ KPCC നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ അവർക്ക് തിരിച്ചടിയാവും. അതിനു മുമ്പ് KSU പ്രശ്നം അവർ തന്നെ പരിഹരിച്ചു എന്ന തരത്തിലേക്ക് പോകാനുള്ള നീക്കം KSU നടത്തുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. അസിത, ശരി. അലോഷ്യസ് സേവ്യറിനെ മാറ്റാൻ AICCക്ക് സുധാകരൻ കത്ത് നൽകും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. നൃപൻ ചക്രവർത്തിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.